എന്താടാ ചോറ് കഴിക്കാതെ രാവിലത്തെ ദോശ കഴിക്കുന്നേ? ഇന്നും ചോറല്ലേ അമ്മ കഴിക്കണേ? കറിയും കൊള്ളായിരുന്നു. ഓ, എന്നും ഉണ്ടാക്കുന്ന അത്ര അങ്ങോട്ട് റെഡി ആയിട്ടില്ല. എന്താടാ ഉച്ചയ്ക്ക് ദോശ കഴിക്കണം? ഓ, കുറച്ചു നേരത്തെ വരാത്തത് ക്യാച്ചിൻ്റെ ഷോ കാണായിരുന്നു. ക്യാഷിൻ്റെ ഷോ? എന്ത് കാണുമായിരുന്നു? എന്നെ തൂക്കിയെടുത്ത് കട്ടിലെറിഞ്ഞു. ആര്? മഹൻ. ക്യാഷുവാ? ക്യാഷുവേ, ക്യാഷു എന്താടാ? ലംബർ നീ തൂക്കിയെടുത്ത് തറയടിച്ചെന്നാണ്. അങ്ങനൊന്നും ഇല്ല ചാ. മാമ എന്നെ അടിക്കാൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ച് തടഞ്ഞു നിർത്തിയത്. കളിക്കല്ലേ ക്യാഷു, നീ ഇപ്പം വല്ലാതെ ഉഴപ്പണുണ്ട്. നേരെ ചൊവ്വ പഠിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ല സാർ, ഞാൻ ഇപ്പം നന്നായിട്ട് പഠിക്കണൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അണ്ണാ, ഞാൻ അവനെ അങ്ങ് നേരിങ്ങനെ കൊണ്ടുപോട്ടെ. അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തല്ല, എൻ്റെ അടുത്ത് നീക്കിയിട്ട്. പഠിക്കാനാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് കോളേജ് ആക്കാമല്ല. തിരുവനന്തപുരത്ത് വിട്ടാൽ ശരിയാവൂല. അതൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാസത്തിൽ ഒരു ശനിയോ ഞായറോ ഇവിടെ വന്ന് നിന്നാൽ മതിയല്ലോ. അതാണ് ഞാനേ നാട്ടിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാം. അതുപോലെ 20 വയസ്സല്ലേ ആയുള്ളൂ. ഇപ്പം നമ്മൾ പറയുന്നതൊക്കെ അനുസരിച്ച് നിന്നാൽ മതി. ഡേയ്, നീ ചുമ്മാരി. കൊണ്ടറിയാലോ എന്നെ എല്ലാം കൂടെ നേരിട്ട് ഞാൻ തൂക്കിയെടുത്ത് പാഴൂരുണ്ടിട്ടത് എന്തുമാത്രം വിഷമിച്ചെന്നറിയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വിഷമമൊക്കെ മാറി. അത് മാറാൻ വേറെ കാരണങ്ങളുണ്ടായിരുന്നല്ലോ. ഓ, കുറച്ച് കഴിഞ്ഞപ്പോൾ വേദന മാറി. പക്ഷെ അതിന് ശേഷമാണല്ലോ പടവലത്ത് വരവും പോക്കും എന്തൊക്കെയോ സംഭവിച്ച്. അതിൻ്റെ തീരായ വേദന ഇപ്പോഴും ഉണ്ട്, മാറിയിട്ടില്ല. ഓ പിന്നെ അതുകൊണ്ട് ചെറുക്ക് എൻ്റെ കൂടെ നിൽക്കും. വയസ്സാം കാലത്ത് ആരടാന്ന് ചോദിച്ചാൽ എന്തടാന്ന് ചോദിക്കാൻ ഒരുത്തവിടെ വേണം. അങ്ങനെ പറഞ്ഞു ഉടച്ച അല്ല പിന്നെ ആരുടെ എന്താണെന്ന് ചോദിച്ച് ചെറുക്ക ഈ വഴിയായി. അവൻ എങ്ങനെ ആവൂല. അവനെ ബാലുവിൻ്റെ മോനാണ്. ഇച്ചിരി എരിവും ഉപ്പും കപ്പും ഒക്കെ അറിഞ്ഞ് തന്നെ അവൻ ജീവിക്കണം. അവൻ്റെ റൂട്ട് അവനറിയാം. അത്ര തന്നെ അച്ഛാ. അച്ഛാ ഞാൻ എന്താ പറഞ്ഞേ? ഓ, നീ എവിടെ പോന്നു? ചിന്നിനെ കാണാൻ പോണു. ഇതെന്താന്ന് കണ്ടോ? ഓ കണ്ടു, ദോശ. ഈ ദോശ മാത്രം നീ കണ്ടല്ലോ? കഴിക്കുന്ന ആളെ കണ്ടില്ലേ? ഓ, കഴിക്കുന്ന ആളെ കണ്ട്. കഴിക്കുന്ന ആളുടെ പേര് ശ്രീകുട്ടൻ, കുട്ടുമാമയും. ആണോ? അങ്ങനെ ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇറങ്ങി പൊക്കൂടാന്ന് നിനക്ക് അറിഞ്ഞൂടായോ? ഓ, പണ്ടെപ്പോഴും അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ഇപ്പം അങ്ങനെ അറിയപ്പോൾ എന്താ അമ്മൂമ്മ പ്രശ്നം? കുഴപ്പമുണ്ട്, അത് നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് നീ പോയാ മതി. ശരി, അപ്പം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.